സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന റാസ് ലെവൽസ് കിട്ടുന്നതായിരിക്കും. അത് വെച്ച് ട്രേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഈ ചാനലിലുള്ള പ്ലേലിസ്റ്റുകളിൽ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ചാപ്റ്റർ നമ്പർ 11 കണ്ടു കഴിഞ്ഞാൽ റാസ് ലെവൽസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഈ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നമ്മൾ ഡെയിലി ഇപ്പോൾ 2 വീഡിയോസാണ് ചെയ്യുന്നത്. ഒന്ന് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയും മറ്റൊന്ന് പ്രീ മാർക്കറ്റ് ഡാറ്റയും. ഒന്നിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് രണ്ടാമത്തേത് വരുന്നത്. ഒന്നിൽ കൂടുതലായിട്ട് വാർത്തകളും കാര്യം ഈ വൈകുന്നേരത്തെ വീഡിയോയിൽ കൂടുതൽ വാർത്തകളും മറ്റ് സംഭവങ്ങളൊക്കെയാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ മോർണിംഗിലുള്ള വീഡിയോയിൽ അന്നേ ദിവസത്തെ ട്രേഡും അന്നേ ദിവസത്തെ ഈവൻറ്റുകളൊക്കെയാണ് കവർ ചെയ്ത് പോകുന്നത്. സോ 2 വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. ഇന്നത്തെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് സിമെൻറ്റ് സ്റ്റോക്കുകൾ, സിമെൻറ്റിന് ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് സിമെൻറ്റിൻ്റെ പ്രൈസ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന റൂമർ പ്രചരിച്ച പ്രകാരം സിമെൻറ്റിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. ദെൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതിന് സൂപ്പറായിട്ട് ഇന്നൊക്കെ പറന്നു പോകുമായിരുന്നു. ഏത് സൂപ്പർ മൂവ്മെൻ്റാണ് ഹാലിൽ കിട്ടിയിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് എന്താ പറയുക, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു ന്യൂസാണ്. അത് വന്നതോടുകൂടി മാർക്കറ്റിൽ ഹാലിൻ്റെ സ്റ്റോക്ക് നല്ല രീതിയിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ദെൻ മറ്റ് ഒരു ന്യൂസ്, ബജാജ് ഓട്ടോയിൽ 25% ഒരു എന്താ പറയുക ഹോൾസെയിൽ ബൂമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ നല്ല ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ബജാജ് ഓട്ടോയിൽ. 25% ഒക്കെ റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ആദിത്യ ABFRL, ആദിത്യ ബിർള ഫാഷൻസ് എന്നുള്ള ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 15% ആണ് കയറിപ്പോയിരിക്കുന്നത്. ഡിമേർജർ ഇന്നലെ ഞാൻ ന്യൂസിൽ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് അതിൽ കിട്ടിയിട്ടുണ്ട്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, നമ്മുടെ ഈ ഫെവിക്വിക്ക് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള ഒരുപാട് പുതിയ പ്രൊഡക്ട്സ്, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് പ്രൊഡക്ട്സ് അവർ പുറത്തിറക്കുന്നുണ്ട് എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അത് സ്റ്റോക്കിന് പോസിറ്റീവായ രീതിയിൽ വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസ് ഹൈലൈറ്റ്സ്. സോ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം എങ്ങനെയാണെന്നാൽ. US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് 39,566 ക്ലോസ് ചെയ്ത് 240 പോയിന്റ് റെഡിലാണ്. അതേപോലെ S&P 500 10 പോയിന്റ് റെഡിലാണ്. നെസ്ഡാക്ക് 17 പോയിന്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് FTSE ഇപ്പോൾ 17 പോയിന്റ് ഗ്രീനിലാണെങ്കിൽ CAC 16 പോയിന്റ് റെഡിലാണ്. DAX 32 പോയിന്റ് റെഡിലാണ്. ഏഷ്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 22,563 ട്രേഡിംഗ് നടക്കുന്നത്. 20 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിക്കി ആണെങ്കിൽ 35 പോയിന്റ് ഗ്രീനിലാണ്. ജപ്പാൻ്റെ നിക്കിയാണ്. ഹാങ്സങ് ചൈനയുടെ 390 പോയിന്റ് ഗ്രീനിലാണ്. എന്തായാലും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ കാണിച്ചു തരാത്ത മാർക്കറ്റാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി 3 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഇൻട്രാഡേയിൽ 110 പോയിന്റിൻ്റെ അഥവാ 0.49% മൂവ്മെൻ്റാണ് നമുക്ക് കിട്ടി. ഇന്ന് ഓപ്പണായി 22,459 നിന്നും 5 പോയിന്റ് നഷ്ടത്തിൽ 22,453 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ന്യൂട്രൽ സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് മോസ്റ്റ് പ്രോബബ്ലി കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയിലുള്ള 50 സ്റ്റോക്കുകളിൽ 28 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 22 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ടാറ്റ കൺസ്യൂമർ, M&M, BPCL, ബജാജ് ഓട്ടോ, ഈ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും നിഫ്റ്റിയെ മുകളിലോട്ട് വലിക്കാൻ ശ്രമിച്ചതെങ്കിലും ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, കൊട്ടക് ബാങ്ക്, HCL ബാങ്ക്, HCL ടെക്, ICICI ബാങ്ക്, ഈ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ നിഫ്റ്റിയെ വലിച്ച് താഴോട്ടും കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നൊരു ഡോജിയായിട്ട് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും നിഫ്റ്റിയുടെ കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 505 പോയിന്റ് അഥവാ 2.3% ഒരു പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2 പോയിന്റ് നഷ്ടമാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. ഇനി ഇന്ത്യ വിക്സ് 3.56% കുറഞ്ഞിട്ട് 11.65 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റിയിൽ വൈറ്റ് CPR ആയിരുന്നു. അത് പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ പറയാനില്ല. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 47,491 ഓപ്പൺ ആയിട്ട് 54 പോയിന്റ് ലാഭത്തിൽ 47,545 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,157 ഓപ്പൺ ആയിട്ട് 6 പോയിന്റ് നഷ്ടത്തിൽ 21,151 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 74,022 ഓപ്പൺ ആയിട്ട് 118 പോയിന്റ് നഷ്ടത്തിൽ 73,904 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ്
10,733 ഓപ്പണായിട്ട് 44 പോയിന്റ് ലാഭത്തിൽ 10,777 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. $85.04 ക്രൂഡ് ഓയിലിൻ്റെ ഇന്നത്തെ പ്രൈസ്. ഗോൾഡ് പ്രൈസ് ആണെങ്കിൽ സ്കൈ റോക്കറ്റിംഗ് ആണ്. ഈ $2,261 ഇന്നത്തെ റേറ്റ്. 2,246 ഇന്നലെ. നല്ല രീതിയിൽ പറന്നു പോവുകയാണ് ഗോൾഡിൻ്റെ പ്രൈസ്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 83 രൂപ 40 പൈസയായിരുന്നു ഒരു US ഡോളറിൻ്റെ പ്രൈസ് എങ്കിൽ ഇന്ന് 83 രൂപ 38 പൈസയാണ്. 2 പൈസയുടെ ഒരു മുന്നേറ്റം ഇന്ത്യ രൂപ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ റിലീസ് ചെയ്തിട്ടില്ല. ഇന്നലത്തേത് നോക്കുകയാണെങ്കിൽ ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 522 കോടിയുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 522 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1208 കോടിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ബൈയിങ് ആണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ടോട്ടലി നോക്കുകയാണെങ്കിൽ 686 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ടിവിറ്റി ആയിട്ട് ഈ മാസം നടന്നിരിക്കുന്നത്. ഇനി സെക്ടറൽ സൈഡിലേക്ക് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഇന്ന് 1.85% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നിഫ്റ്റി ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, ഫാർമ, ഫിൻ സർവീസസ്, IT ഈ സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ് ഇന്ന് 0.62% നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെയും ഗോൾഡ് ബീസ് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഓട്ടോ ബീസ് 0.37% പ്രോഫിറ്റ് ഉണ്ടാക്കി. ബാങ്ക് ബീസ്, IT ബീസ് ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ് ഇന്ന് 4.64% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ 2.43% ഹയസ്റ്റ് ലോസ് രേഖപ്പെടുത്തി. വേദാന്ത ലിമിറ്റഡ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ടാറ്റ കൺസ്യൂമർ, വോൾട്ടാസ്, ഹിന്ദ് പെട്രോ, ജിന്ദാൽ സ്റ്റീൽ, എമാൻഡം, ബന്ധൻ ബാങ്ക്, BPCL, ബജാജ് ഓട്ടോ, ലോറസ് ലാബ്സ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ ഇന്ന് മാർക്കറ്റിൽ പെർഫോം ക്ലോസ് ചെയ്തപ്പോൾ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, കൊട്ടക് ബാങ്ക്, HCL ടെക്, ICICI ബാങ്ക്, SBI ലൈഫ്, HDFC, AMC, ഓറോ ഫാർമ, പെർസിസ്റ്റന്റ്, ഇൻഫി, അപ്പോളോ ഹോസ്പിറ്റൽ, TCS, L&T ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് വലിയ നഷ്ടത്തിലും മാർക്കറ്റിൽ ക്ലോസ് ചെയ്തു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1761 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 517 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.9 ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രലാണ് ഇത് സൂചിപ്പിക്കുന്നത്. 22,453 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 124 പോയിന്റ് മുകളിലായിട്ട് 22,577 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ആണ് നമ്മളോട് പറയുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 22,500 1,14,00,000 കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 22,000 77,00,000 പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ സെല്ലേഴ്സ് മാർക്കറ്റ് താഴോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് തോന്നുന്നു. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ PCR വന്നിരിക്കുന്നത് 0.94 ആണ്. ഇതും ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രലാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. 47,545 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 335 പോയിന്റ് മുകളിലായിട്ട് 47,880 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 48,000 48,00,000 കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 47,000 37,00,000 മാത്രമാണ് പുട്ട് റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെയും ബാങ്ക് നിഫ്റ്റിയും താഴോട്ട് പോകും എന്നാണ് ഓപ്ഷൻ സെല്ലേഴ്സ് കരുതുന്നത് എന്ന് തോന്നുന്നു. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികളൊന്നും തന്നെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടില്ല. ഇനി ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ദെൻ ജപ്പാൻ ജിബൂൻ ബാങ്ക് സർവീസസ് PMI, ചൈന കേസിൻ സർവീസസ് PMI, റഷ്യ S&P ഗ്ലോബൽ കമ്പോസിറ്റ് PMI, ഫ്രാൻസ് ബജറ്റ് ബാലൻസ്, EU CPI, OPEC മീറ്റിംഗ് ഇത്രയും ഈവൻറ്റുകളാണ് നാളത്തേക്ക് പ്രധാനമായിട്ട് ഉള്ളത്. ദെൻ ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 1055 രൂപയുടെ പ്രോഫിറ്റ് മാത്രമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. 22 ട്രേഡുകളിൽ നിന്നായിട്ട് 1:1.06 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 6 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഉപയോഗിച്ച് 0.18% മാത്രം ഒരു പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. നിഫ്റ്റിയിൽ ഇന്ന് 2.7% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 0.6% പ്രോഫിറ്റാണ്. ഫിൻ നിഫ്റ്റിയിൽ 1.8% പ്രോഫിറ്റ് ലോസാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 4.9% പ്രോഫിറ്റാണ്. സെൻസെക്സിൽ ഇന്ന് ബ്രേക്ക് ഈവനാണ്. 46 രൂപയുടെ ഒരു നഷ്ടം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്ക് എക്സിൽ ട്രേഡ് ചെയ്യാറില്ല. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 100 രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 1.02% ലോസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 6,118 രൂപയുടെ നഷ്ടമാണുള്ളത്. മൊത്തം 32 ട്രേഡുകളാണ് ഇതുവരെയും എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ 6.5% ലോസാണ്. ബാങ്ക് നിഫ്റ്റിയിൽ
23 പ്രോഫിറ്റാണ്. ഫിൻ നിഫ്റ്റിയിൽ 1.8% ലോസാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 8.5% പ്രോഫിറ്റാണ്. സെൻസെക്സിൽ 4% ലോസാണ്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 2.8% ലോസാണ് ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇവിടുന്ന് ഫർദർ നമുക്ക് റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് ഇന്നലെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരുപാട് വായ്തോരാ സംസാരിച്ചതൊക്കെ ആണെങ്കിൽ കൂടി ഒന്നും തന്നെ സംഭവിച്ചില്ല. മാർക്കറ്റ് ഒരു ഇന്നലത്തെ ഹൈയുടെ അടുത്തായിട്ട് ഓപ്പണായി ഹൈയിൽ സപ്പോർട്ട് എടുത്തിട്ട് നമ്മുടെ നോ ട്രേഡ് സോണിലോട്ട് കയറി. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ലെവലിൽ ട്രേഡ് എടുക്കൽ ഒഴിവാക്കണം, സ്റ്റോപ്പ് ലോസ് അടിക്കാനേ സമയം ഉണ്ടാവുള്ളൂ എന്ന്. കൃത്യമായിട്ടും ഇന്ന് ഞങ്ങൾക്ക് 2-3 ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലും വലിയൊരു സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്റ്റോപ്പ് അടിച്ച് പോകുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ബ്രേക്ക് ഔട്ട് ലൈൻ കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ എൻട്രി ആക്ടിവേഷൻ ആവും. ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് റിജക്ഷനായി താഴോട്ട് വരും. വീണ്ടും ഒന്നുകൂടെ അങ്ങനെ 2-3 ട്രേഡുകൾ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ഒരു സോണിൽ ട്രേഡ് എടുക്കാതിരുന്ന മനഃപൂർവ്വം മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരിന്ന് ലോസ് ഇല്ലാതെയായിരിക്കും ക്ലോസിങ് ചെയ്തിട്ടുണ്ടാവും. പ്രോഫിറ്റ് ഉണ്ടായി എന്ന് ഞാൻ പറയില്ല, ലോസ് ഇല്ലാതെ ക്ലോസ് ചെയ്തിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും മാർക്കറ്റ് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് തന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഇന്നലത്തെ മൂവ്മെൻറ്റിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. സോ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിഫ്റ്റി ഫിൻ സർവീസസ് ഒരു മേജർ ഇൻഡെക്സ് അല്ല, അതൊരു സെക്ടറൽ ഇൻഡെക്സ് ആയതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ഓവർ വറിയഡ് ആവേണ്ട കാര്യമില്ല. പക്ഷേ നിഫ്റ്റിയിലൊക്കെ ഇങ്ങനെ മൂവ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇനി നിഫ്റ്റിയുടെ ഒരു ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നലെ നമ്മുടെ ട്രെൻഡ് ലൈനെ ടെസ്റ്റ് ഞാൻ റാസ് ലെവൽസ് ഈ മാസത്തേത് വരച്ചിട്ടില്ല. ഓരോന്ന് വരച്ച് ചേർക്കാം. എന്തായാലും നിഫ്റ്റിയുടെ എക്സ്പയറി അന്ന ദിവസത്തേക്ക് വരക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ ട്രെൻഡ് ലൈനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത ഉടനെ റിജക്ഷൻ വന്നു. ഇന്നിപ്പോൾ ബോഡി സെയിം ആണ്, ഓപ്പണിങ്ങും ക്ലോസിങ്ങും സെയിം ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഓവറോൾ മാർക്കറ്റ് പെർഫോം ചെയ്തിരിക്കുന്നത് ടുവാർഡ്സ് ഡൗൺ ആണ്, താഴോട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. പക്ഷേ ക്ലോസിങ് ഈക്വൽ ആണ്. എൻഗൾഫിംഗ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ബെയറിഷ് ആയിട്ടുള്ള 2 ഡോജി വന്നു. നോക്കാം അടുത്തതും ഒരു ഡോജി വരുന്നുണ്ടെങ്കിൽ അത് ചില സൂചനകളായിരിക്കും നമുക്ക് തരുന്നത്. നാളത്തെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ എങ്ങോട്ട് ക്ലോസ് ചെയ്യുന്നു എന്ന് നോക്കി കാണുക തന്നെ വേണം. താഴോട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഒരു ബെയറിഷ് മൂവ്മെൻറ്റിനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ പറ്റില്ല. അതേപോലെ സെൻസെക്സിലും അതേ രീതിയിൽ തന്നെയാണ്. സെൻസെക്സിൽ കുറച്ചും കൂടി വലിയൊരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഇനി മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ലിയർലി ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ്. അത് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. അതായത് മറ്റൊന്ന് ഇതിനകത്ത് ഒരുപാട് റോക്കറ്റ് സയൻസ് ഒന്നും ചിന്തിക്കാനില്ല. നിങ്ങൾക്ക് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ആ ഒരു പുൾ ബാക്ക് അത് ബ്രേക്ക് ഔട്ട് ആയിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ്. 2023 ഒക്ടോബറിലാണ് ഇത് ബ്രേക്ക് ഔട്ട് ആയിരിക്കുന്നത്. അവിടെ നിന്ന് ഒറ്റ വരവ് ഇവിടെ വന്നു. ഈ സെൻറ്ററിൽ എനിക്ക് തോന്നുന്നത് ഒരു SMA 100 ഓക്കെ EMA 100 സപ്പോർട്ട് എടുത്തു. വീണ്ടും ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നു. വീണ്ടും EMA 100 സപ്പോർട്ട് എടുത്ത് തിരിച്ച് ബ്രേക്ക് ഔട്ടായി. ഇനി അത് മുകളിലോട്ട് കയറി അങ്ങ് പോകണം. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. സോ ഇനി ഇത് കയറി ഒരു പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യും, അങ്ങനെ കയറി അങ്ങ് പോകും. അതാണ് ഈ നോർമലി ഈ കണ്ടുവരാറുള്ളത്. ഇത് ഒരു മേജർ ഇൻഡെക്സ് ആണ് ഈ മിഡ് ക്യാപ്പ് എന്നുള്ളത്. ദെൻ നമുക്ക് ഫിനാൻസ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നിഫ്റ്റി ബാങ്കിൻ്റെത് ഞാൻ റാസ് ലെവൽസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സപ്പോർട്ട് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ട് എൻഗൾഫ് ചെയ്ത് നിൽക്കുകയാണ്. ഗ്രീൻ ക്യാൻഡിലാണ് വന്നിരിക്കുന്നതും കൂടി ഇന്നലത്തെ ക്ലോസിങ്ങിന് താഴെയാണ് ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 47,578 ഇന്നത്തെ ക്ലോസിങ് 47,545 30 പോയിന്റോളം താഴെയാണ് ക്ലോസിങ്. പക്ഷേ ഇന്നലത്തെ ഹൈ ഇന്നത്തെ ക്യാൻഡിൽ കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു കൺഫ്യൂസിങ് സിഗ്നലാണ്. എൻഗൾഫിംഗ് ഗ്രീൻ ക്യാൻഡിൽസ് ആണ്. സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് നാളത്തേക്ക് ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദെൻ ബാങ്ക് എക്സ് ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ ക്യാൻഡിൽസ് ആണ്, എൻഗൾഫിംഗ് ആണ്. നോക്കാം എങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഇവിടെ നിഫ്റ്റി ഫിൻ സർവീസസ് കണ്ടില്ലേ, ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള ഒരവസ്ഥകൾ. ഇവിടെ ഇത് ക്ലിയർലി നമ്മളോട് ഒന്നും പറഞ്ഞു തരുന്നില്ല, ഇതെങ്ങോട്ടാണ് മാർക്കറ്റ് പോവുക എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത മുകളിലാണ് വരുന്നതെന്നല്ലേ. ഓരോ ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇനിയും മുകളിൽ വരും എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇത് നമ്മളോട് ഒന്നും പറയുന്നില്ല. എൻഗൾഫ് ചെയ്തിട്ട് ഇന്നലത്തെ അതേ അവസ്ഥ തന്നെയാണ്, തുടരും എന്ന രീതിയിലാണ് നിൽക്കുന്നത്.
സോ നാളെ ഇത് എന്താണ്, നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറിയാണ്. ഈ ബാങ്കിൻ്റെ എക്സ്പയറി ഡീറ്റെയിൽസ് ഞാൻ രാവിലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ദെൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കണ്ടിരിക്കുന്ന 679 പേര് മാത്രമാണ്. എന്തുകൊണ്ടാണ് കാഴ്ചക്കാർ കുറയുന്നതെന്ന് അറിയില്ല. കാരണം കവർ ഫോട്ടോ ഇന്നലെ ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, സമയം ലേറ്റ് ആകുന്നതുകൊണ്ട്. അതുകൊണ്ടായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഈ ചാനൽ ഇതുവരെയായിട്ട് 9350 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 40 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഹാവിംഗ് ബീൻ എ മെമ്പർ ഓഫ് ദി എലൈറ്റ് ഗ്രൂപ്പ് ഫോർ ദ പാസ്റ്റ് 4 months, I have had an incredible experience and I'm loving every moment of it. This group stands out due to its disciplined risk management and strong control over trades, making it one of the best trading groups filled with like-minded individuals. Leo, thank you very much. നല്ല ഒരു വളരെയധികം മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. വായിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. രാജേഷ് കുമാർ, താങ്ക് യു വെരി മച്ച്. ഗ്രാൻഡ് കൊച്ചിൻ, താങ്ക് യു വെരി മച്ച്. ബൈജു ജോസഫ്, താങ്ക് യു വെരി മച്ച്. ജിതിൻ ചെയിൻ, താങ്ക് യു വെരി മച്ച്. അജേഷ് കുമാർ, താങ്ക് യു വെരി മച്ച്. Traveler Malayalam, thank you very much. Shajan, thank you very much. Denium, wishing you all the good and prosperous trading year ahead. Okay, thank you very much. Rafiq Amam, thank you very much. Yusuf Kavil, thank you. Jaychandran, thank you very much. Prolific, hope we will get some movement tomorrow as market made all of us full today. Really, that's right. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് എല്ലാവരെയും ഫുൾ ആക്കുകയാണ് ചെയ്തത്. നോ പ്രോബ്ലം. നമുക്ക് ഇന്ന് ചെറിയ മൂവ്മെൻറ്റ്, നിഫ്റ്റിയിലൊന്നും കാര്യമായിട്ട് മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നാളെ വരുമായിരിക്കും അല്ലേ. വിജയകുമാർ തെറ്റിക്കാട്ടിൽ, താങ്ക് യു വെരി മച്ച്. ഷൈൻ അബു ത്വാലിബ്, എന്തുകൊണ്ടാണ് 3 മണിക്ക് ശേഷം ട്രേഡ് എടുക്കുന്നതിൻ്റെ റീസൺ ഒന്ന് പറയാമോ? ഓൾമോസ്റ്റ് വീഡിയോ പറയുന്നത് കൊണ്ട് ചോദിക്കുന്നു. ഓക്കെ, എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. 3 മണിക്ക് ശേഷം നോർമലി ഇൻട്രാഡേക്ക് ഒരവസരം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. 3 മണി വരെയാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുക. 3 മണിക്ക് ശേഷം പിന്നെ എക്സ്പയറിയൊക്കെ ആണെങ്കിൽ എക്സ്പയറിയുടെ കാര്യങ്ങളും ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുക. അത് മാത്രമല്ല 3 മണിക്ക് ശേഷം നോർമലി ഒരു അനലൈസ് ചെയ്യുന്ന ഒരാൾ 15 മിനിറ്റ് ക്യാൻഡിലാണ് ഉപയോഗിക്കുന്നത്, അയാൾക്ക് കിട്ടുന്നത് ഒരു 2 ക്യാൻഡിലാണ്. പിന്നെ നോർമലി ഒട്ടുമിക്ക ആൾക്കാരും ഇൻട്രാഡേ ട്രേഡ് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് ബൈ ചെയ്യുന്നതെങ്കിൽ 3:15 3:18 ആകുമ്പോഴത്തേന് ഓട്ടോ സ്ക്വയർ ഓഫ് നടക്കും. അതോടുകൂടി അവർ ഔട്ടാവും. ഇനി അതല്ല ഡെലിവറി മോഡിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് 3:29 വരെയും ട്രേഡ് ചെയ്യാം. പക്ഷെ പലപ്പോഴും ആ ഒരു സമയത്ത് ടൈമില്ലല്ലോ എന്നൊരു ചിന്ത കൊണ്ട് പലപ്പോഴും ആൾക്കാർക്ക് ലോസ് ബുക്ക് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നോർമലി ഞാൻ 3 മണിക്ക് ശേഷം ട്രേഡ് എടുക്കാറില്ല. ഏറ്റവും നല്ലൊരു സജഷൻ എന്ന് പറഞ്ഞാൽ 3 മണി വരെ ട്രേഡ് ചെയ്യുക. കാരണം 9:30 മുതൽ 9:15 കൂട്ടണ്ട, 9:30 മുതൽ 3 മണി വരെയുള്ള അതിൻ്റെ ഇടയിൽ ഒരു 2% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പറാണ്. അതിൻ്റെ ഇടയിൽ സാധിക്കാതെ 3 മുതൽ 3:30 വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് വലിയ ലോസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. രാകേഷ്, നമസ്കാരം സാർ. ഞാനൊരു സംശയം ചോദിച്ചു. ഇൻട്രാഡേ ചെയ്യുന്ന വ്യക്തി താൻ ഉപയോഗിക്കുന്ന ചാർട്ടിൽ ഏതെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ ആ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് ആ ചാർട്ടിൽ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നും ഒന്ന് വിശദമായി പറയാമോ? ഇൻഡിക്കേറ്റേഴ്സ് ഓരോ രീതിയിലാണ് ട്രേഡ്. ചില ആൾ SM EMA, അതായത് മൂവിങ് ആവറേജിന് ബ്രേക്ക് ചെയ്യുമ്പോൾ ക്രോസ് ഓവർ വരുമ്പോൾ എൻട്രി എടുക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിവേർട്ടിനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. ഓരോരുത്തരെ ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ചാണ് നിങ്ങൾ ഇത് പ്ലാൻ ചെയ്യേണ്ടത്. സോ ആ രീതിയിൽ മാത്രം അതിനെ കാണുക. അല്ലാതെ നിങ്ങൾ കുറേ ഇൻഡിക്കേറ്റേഴ്സ് വാരിക്കോരി ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ സ്ട്രാറ്റജി ഡിമാൻഡ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ചിലപ്പോൾ അത് റെഡിമെയ്ഡ് കിട്ടുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് മാനുവലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് അത് തന്നെ ഉപയോഗപ്പെടുത്തുക. ഓൾറൈറ്റ്, അങ്ങനെ ഒരു എല്ലാ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടതുകൊണ്ട് പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാതെ ട്രേഡ് ചെയ്യുന്നവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. സോ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ കഴിഞ്ഞു പോയി ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടുള്ള പ്രിഡിക്ഷൻസ് ആണ്. സോ അതിന് ആ ഒരു പ്രാധാന്യം മാത്രം കൊടുത്താൽ മതി. സർ, ടാറ്റ മോട്ടോഴ്സ് 70 എണ്ണം 423 രൂപ ഹോൾഡിംഗ് ആണ്. 3-5 ഇയേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് പൊട്ടത്തരമാവുമ്പോൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് ഒരിക്കലും പൊട്ടത്തരാവില്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. 110% പ്രോഫിറ്റാണ് ഇപ്പോൾ. 110% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷനാണ്. നിങ്ങൾക്ക് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് 100% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കോസ്റ്റ് വിഡ്രോ ചെയ്തെടുക്കുക. ഡൺ.
പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്തിരിക്കുക, അത് താഴോട്ട് വരികയാണ്. ഇത് ഇവിടെ 2 ഓപ്ഷനാണ് അതിന് ശേഷം സംഭവിക്കുക. നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചു, ഇപ്പോൾ പ്രൈസ് 200 രൂപ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 100 ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചിരുന്നെങ്കിൽ അതിൽ 50 എണ്ണം വിറ്റേക്കുക. അതോടുകൂടി നിങ്ങളുടെ ഇനീഷ്യൽ ലെവലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടി. ഇനി 200 രൂപയിൽ നിന്ന് ആ സ്റ്റോക്ക് വീണ്ടും ഒരു 100 രൂപയിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത പ്രോഫിറ്റിൽ നിന്ന് പകുതി എടുത്തിട്ട് വീണ്ടും ആ ക്വാണ്ടിറ്റി ആദ്യം ഉണ്ടായത്, അതായത് 100 രൂപയിൽ 100 സ്റ്റോക്കിന് 10,000 രൂപക്ക് ആദ്യം വാങ്ങിച്ചു, അത് 200 ആകുമ്പം 10,000 രൂപക്കുള്ളത് വിറ്റു. അതിനുശേഷം സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് വന്നിട്ട് വീണ്ടും 100 രൂപയാണെങ്കിൽ 50 എണ്ണം കൂടി വീണ്ടും വാങ്ങിക്കുക, എന്നിട്ട് അത് വെയിറ്റ് ചെയ്യുക. ഇനി അതല്ല, 200 രൂപയിൽ നിങ്ങൾ 50 എണ്ണം വിറ്റു, ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടി, അത് 300 രൂപയോ 400 രൂപയോ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ഒരു 25% സെൽ ഓഫ് ചെയ്യുക. അപ്പോൾ അതോടുകൂടി നിങ്ങളുടെ എല്ലാ ടെൻഷനും കഴിഞ്ഞു, നിങ്ങൾക്ക് പ്രോഫിറ്റും കിട്ടി. ബാക്കിയുള്ളത് ഒരിക്കലും ഒന്നും ചെയ്യരുത്, അവിടെ വിട്ടേക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു പ്രാവശ്യം പ്രോഫിറ്റ് നിങ്ങളുടെ കോസ്റ്റ് വിഡ്രോ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അതിനെ മറന്നു കളയുന്നതിലും ഒരു തെറ്റുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 200 രൂപയ്ക്ക് 50 എണ്ണം വിറ്റു, അതിനുശേഷം പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. പ്രൈസ് എവിടെ പോയാലും പ്രൈസ് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ആവറേജ് ഫർദർ ആഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. പക്ഷേ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ വിട്ടേക്കുക, അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് എഴുതിയിട്ട് പോവുക. ഇതാരാ ചോദിച്ചത്? മിഷാൽ മുന്ന. ഓക്കെ. ബാദുഷാ, ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റിംഗ് 90 പോയിൻറ്റ്സ് ഡൗൺ നൗ. ഓക്കെ, അത് ഓപ്പണിംഗ് മാത്രമാണ് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കാറുള്ളത്. അബ്ദുൾ റക്കീഖ്, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇത്രയും കമൻറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ, ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ എത്ര പേരാണ് കണ്ടത്? 410 പേര് മാത്രമാണ് കണ്ടിട്ടുള്ളത്. എല്ലാവർക്കും ഈ കവർ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഗ്രേറ്റ് എഫേർട്ട്, താങ്ക് യു വെരി മച്ച്. വിനോദാണ് പറഞ്ഞിരിക്കുന്നത്. ഫിറോസ് ബൈ, നോ വേർഡ്സ് ടു സേ ഫോർ യുവർ കൈൻഡ് ഡിസിഷൻ. താങ്ക് യു വെരി മച്ച് ഫിറോസ് ബൈ. അരുൺ എസ് ബി, താങ്ക് യു വെരി മച്ച്. യൂസഫ് കാവിൽ, താങ്ക് യു വെരി മച്ച്. മൻസൂർ അലി, താങ്ക് യു വെരി മച്ച്. റിവ്യൂ, തങ്ങൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് തുടങ്ങിയതുകൊണ്ട് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ ലേറ്റായി വരുന്ന FFI DI ഡാറ്റയ്ക്ക് വേണ്ടി കാത്തിരുന്ന് സമയം കളയേണ്ട കാര്യമില്ലല്ലോ, അത് പ്രീ മാർക്കറ്റിൽ ഉൾപ്പെടുത്തിയാൽ മതിയല്ലോ. ഓക്കെ, അടിപൊളി, നല്ലൊരു സജഷനാണ്. നാളെ എന്തായാലും ഞാൻ പ്രീ മാർക്കറ്റ് സെഷനിൽ FFI DI ഡാറ്റ ഉൾപ്പെടുത്താം തീർച്ചയായിട്ടും. ഡെയിലി 4 മണിക്ക് മുൻപ് തന്നെ പോസ്റ്റ് മാർക്കറ്റ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേറെ പണിക്ക് പോകാമല്ലോ. ഡെയിലി കുറഞ്ഞത് 4 hours മാർക്കറ്റിൽ നിന്നും വിട്ടു നിന്നെങ്കിലേ നാളത്തെ മാർക്കറ്റ് അനാലിസിസ് റിയലിസ്റ്റിക് ആവുള്ളൂ. സത്യമാണ്, തീർച്ചയായിട്ടും വളരെ നല്ലൊരു അഭിപ്രായമാണ്. ഇവിടെ റിവ്യൂ 24, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നറിയില്ല. ഓക്കെ, എന്തായാലും വളരെ വളരെ സൂപ്പറായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഫൈലേക്ക് വെരി ഗുഡ് സമ്മറി, താങ്ക് യു വെരി മച്ച്. മനു ജോർജ്, പ്രീ മാർക്കറ്റ് തുടങ്ങിയല്ലേ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു വെരി മച്ച്. ബിജു എം ജോസഫ്, താങ്ക് യു വെരി മച്ച്. റാഫി MKD, ഗുഡ് മോർണിംഗ്, താങ്ക് യു വെരി മച്ച്. സജിത് തമ്പുരു, താങ്ക് യു വെരി മച്ച്. നിഷാദ് പട്ടേപ്പാടൻ, താങ്ക് യു. സുബിൻ മ്യൂസിക്, താങ്ക് യു വെരി മച്ച്. സുബിൻ ബ്രോ, ഇങ്ങനെ ഒരു പേരുണ്ടോ? മ്യൂസിക് ആണോ? ഓക്കെ. ഫാമിലി അസോസിയേറ്റ്, ഗുഡ് മോർണിംഗ്, താങ്ക് യു വെരി മച്ച്. ശശികുമാർ പി, ഹലോ. വിപിൻ ട്രാസ്റ്റീസ് ആൻഡ് KNR കൺസ്ട്രക്ഷൻ ഒരു ഇന്ത്യയിലുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഞാൻ മുമ്പ് 2022 തോന്നുന്നു അതൊരു സ്റ്റോക്ക് സ്പ്ലിറ്റൊക്കെ വന്നിരുന്നതിൽ. ആ സമയത്തൊക്കെ ഞാനത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഫോളോ ചെയ്യാറില്ല. പിന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞ സ്റ്റോക്ക് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല കേട്ടോ, ഞാൻ നോക്കാം എന്തായാലും. മുഹമ്മദ് സാബിത്ത്, ടാറ്റ ടെക്നോളജി, IREDA ലോങ് ടേം ഹോൾഡ് ചെയ്യാം. ഇത് 2 നല്ല സ്റ്റോക്കുകളാണ് തീർച്ചയായിട്ടും. പക്ഷേ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, എൻട്രി പോയിന്റ് ഇപ്പോൾ കറക്റ്റ് ആണോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. ട്രാവലർ മലയാളം, അശോക് സർ, താങ്ക് യു വെരി മച്ച്. അരുൺ SB, ഗുഡ് മോർണിംഗ് സർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇത്രയും കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവരോടും താങ്ക് യു വെരി മച്ച്, നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ പ്രീ മാർക്കറ്റ് സെഷനിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ നല്ലതായിരുന്നു. അതുപോലെ ഇന്ന് ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു DIFI ഡാറ്റയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട എന്നുള്ളത് തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു സജഷനാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും നാളെ രാവിലത്തെ, ഇന്നിപ്പോൾ FII ഡാറ്റ കിട്ടിയിട്ടില്ലായിരുന്നു, അപ്പോൾ നാളെ രാവിലത്തെ മാർക്കറ്റിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനൽ വിജയിപ്പിക്കുന്നത്. സോ പ്ലീസ് സപ്പോർട്ട്. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.